ഹായ്, നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുഴലപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ക്രിസ്പിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു 3 രീതിയിൽ ഇത് തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. കുഴലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 12 അല്ലി ചെറിയുള്ളിയും 4 വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയുള്ളി കൂടുതലും വെളുത്തുള്ളി കുറവുമാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 250 ml അളവ് കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചേർത്ത മിക്സ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിയുടെ ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വെള്ളം കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് വെള്ളം, തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. കട്ടകളില്ലാതെ ഇതൊന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനി ഒരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ല ചൂടൊന്ന് പൊക്കഴിയുമ്പോൾ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ചൂട് പോകാനായിട്ട് പ്ലേറ്റിലൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു കപ്പിലോ വല്ലതും കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് കൈ ഒന്ന് മുക്കിയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കൈ ചൂടാകാതെ ഇരിക്കും. പിന്നെ ഈ മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. ഒരുപാട് വെള്ളം വേണ്ട, കൈ നനയാൻ വേണ്ടി മാത്രം മതി. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് കുഴച്ചെടുക്കാനും പറ്റും. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുമ്പോൾ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കൂടുതലായിട്ട് വേണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബൗളിലേക്ക് എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ മിക്സ് ആവാതെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്കൊന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു അളവിലേക്ക് ഞാനൊരു വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. മൊത്തത്തിൽ ബോൾസ് ആക്കണ്ട, കുറച്ച് മാത്രം ബോളാക്കി എടുക്കാം. ഞാനിവിടെ ചപ്പാത്തി പ്രസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ചെറിയ ബോളാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതേപോലെ അങ്ങ് മടക്കിയെടുക്കാം. കുഴലപ്പത്തിൻ്റെ ആ ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇതേപോലെ ഒരു 7-8 എണ്ണം ആക്കിയിട്ട് ഫ്രൈ ആക്കാനായിട്ട് വെച്ചാൽ മതി. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വിരലിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഒന്ന് മടക്കി മടക്കി എടുത്താൽ മതി. ഇനിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സിപ്പ് ലോക്ക് ബാഗ് എടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇതിലേക്ക് ഇതുപോലെ ഒരു ബോൾ വെച്ചിട്ട് ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കിയെടുക്കാം. ഈ മടക്കിയെടുക്കുമ്പോൾ അതിൻ്റെ എൻഡ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് നല്ലപോലെ ഒട്ടിയിട്ട് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതങ്ങ് മാറിപ്പോവും, ഷേപ്പ് കിട്ടാതായിപ്പോവും. ഇതേപോലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്തതൊക്കെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിനും ഇടയിലും ആക്കി ലോയിലും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോവും, ഉള്ളൊന്നും വേവാതിരിക്കും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒട്ടാഞ്ഞത് കൊണ്ടാണ് ഒരെണ്ണം ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത്, വേറൊരു ഷേപ്പായിപ്പോയി. അപ്പോൾ എടുക്കുമ്പോൾ ആ സൈഡ് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ചെറുതായിട്ട് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആകുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം. ഇപ്പോൾ ഇത് കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ലപോലെ ക്രിസ്പി ആയിട്ട് വേണം കോരി മാറ്റാൻ. ഇല്ലെങ്കിൽ ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കരുമുറാന്ന് കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വേണം കോരിയെടുക്കാനായിട്ട്. അടുത്ത മെത്തേഡ് ഇതേപോലെ ഒരു സേവനാഴി വെച്ചിട്ടാണ്. അപ്പോൾ സേവനാഴിയിൽ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ ചില്ല് മാറ്റിയിട്ട് ഇതേപോലെ കുഴലപ്പത്തിൻ്റെ ചില്ല് വാങ്ങാനായിട്ട് കിട്ടും. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മാവിട്ട് കൊടുക്കുക. അപ്പോൾ മാവെടുക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഈ ഒരു സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് കൈ കൊണ്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അല്ലെങ്കിൽ നേരിട്ട് എണ്ണയിലേക്ക് തന്നെ ഒന്ന് ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആ ഒരു കുഴലപ്പത്തിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടില്ല, ഒന്ന് അമങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ ഒന്ന് അമങ്ങിയിട്ട് കറക്റ്റ് ആ ഒരു റൗണ്ടിൽ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എണ്ണയിലേക്ക് നേരിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴും നമ്മൾ കൈകൊണ്ട് ഇതിങ്ങനെ എടുക്കുമ്പോഴും ഒക്കെ ഇതങ്ങ് ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് പോകുന്നുണ്ട്. ഇതും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടൂ. അപ്പോൾ അതും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഈ ചില്ല് വെച്ചിട്ട് ചെയ്യുന്നത് കുറച്ചൊന്ന് അമങ്ങിയതുപോലെയാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലെ ഷീറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഒരേ സമയം തന്നെ 4 എണ്ണമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മടക്കി എടുക്കുമ്പോൾ എപ്പോഴും ഒട്ടിക്കുന്ന ഏറ്റവും എൻഡായിട്ടുള്ള ഭാഗം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം.
ഇപ്പോൾ കുഴലപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു അളവിൽ ഇത്രയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് സ്നാക്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്